നമസ്കാരം. YSR രാജശേഖർ റെഡ്ഡിയുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് മമ്മൂക്ക നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് യാത്ര. യാത്ര എന്ന് പറഞ്ഞ സിനിമ ഫെബ്രുവരി 8-ാം തീയതി നമ്മുടെ തിയേറ്ററിലേക്ക് എത്തും. നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് സിനിമ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക് തുടങ്ങിയിട്ടുള്ള ഭാഷകളിലും സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ തെലുങ്കിലാണ് വരുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് YSRനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മമ്മൂക്കയെ തിരഞ്ഞെടുത്തുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മലയാളമാണ്. അവിടെ ഏറ്റവും മികച്ച രണ്ട് നടന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ടുപേരും നമ്മുടെ മമ്മൂക്കയും അതുപോലെ തന്നെ മോഹൻലാലുമാണ്. ഇന്ത്യയിലെ ഏത് ഭാഷയിലുള്ള താരങ്ങൾക്കും അവരോട് വല്ലാത്തൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, YSR എന്ന് പറഞ്ഞിട്ടുള്ളത് തെലുങ്ക് ഭാഷയിൽ അല്ലെങ്കിൽ തെലുങ്ക് നാട്ടിൽ അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന ഒരാളാണ്. ആളുടെ ജീവിത കഥയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരുങ്ങുന്ന ഒരു സിനിമയിൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം ലഭിക്കാം. നിങ്ങൾ ആലോചിക്കണം, അവിടെ ആന്ധ്രാപ്രദേശിൽ ഒരുപാട് നടന്മാരുണ്ട്, ഒരുപാട് കഴിവുള്ള നടന്മാരുണ്ട്. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു സിനിമ ലഭിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം അത്രയധികം പ്രസക്തമായിട്ടുള്ള ഒരു സിനിമയാണ് അവിടെ. കാരണം YSR എന്ന് പറഞ്ഞുള്ള അവിടെ 2004 തൊട്ട് 2009 വരെ അവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരാളുടെ ജീവിത കഥ സിനിമയാക്കുമ്പോൾ മമ്മൂക്കയെ അതിലേക്ക് പരിഗണിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു യാത്രയുണ്ട്. 1700 കിലോമീറ്ററോളം 3 വർഷം എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു യാത്രയെ ആസ്പദമാക്കിക്കൊണ്ടാണ് സിനിമ പുറത്തിറങ്ങുന്നത്. വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. YSRനെ പോലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് മമ്മൂക്കയെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഏറ്റവും മികച്ച നടൻ എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. കാരണം മറ്റു ഭാഷകളിൽ ഇത്തരത്തിൽ കേപ്പബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ YSRനെ പോലുള്ള ഒരാളുടെ ജീവിതകഥയെ സിനിമയാക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊരു നീതി പുലർത്തണം. കാരണം അത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള, അത്രയധികം ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു YSR. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകഥ സിനിമയാക്കുമ്പോൾ അദ്ദേഹത്തോട് നീതി പുലർത്തണം. അത്തരത്തിൽ നീതി പുലർത്താൻ സാധിക്കുന്ന ഒരു അഭിനേതാവിനെ തിരഞ്ഞെടുക്കണം. അത്തരത്തിലൊരു അഭിനേതാവ് ഇന്ത്യയിൽ തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് തന്നെ ആയിരിക്കും ആദ്യ സ്ഥാനം ലഭിക്കുക. അതുകൊണ്ടായിരിക്കാം YSRനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മമ്മൂക്കയെ ക്ഷണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും യാത്ര. കാരണം അവിടെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സിനിമ, അവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു സിനിമ. 26 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്ക തെലുങ്കിലൊരു സിനിമ ചെയ്യുന്നത്. അത് ഇത്രയും വലിയൊരു മഹാനായിട്ടുള്ള വ്യക്തിയുടെ ജീവിത കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയായത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. കാരണം ഈ ഒരു സിനിമ അവിടെ വലിയ തോതിൽ വിപണനം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഈ സിനിമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. 2019 കോൺഗ്രസ് നേതാവായിരുന്നു YSR. അപ്പോൾ കോൺഗ്രസിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഇലക്ഷനാണ്. അപ്പോൾ അതിൽ കൂടുതൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടായിരിക്കാം സിനിമയുടെ റിലീസിങ് കുറച്ചുകൂടെയൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഫെബ്രുവരി 8 വരെ കൊണ്ടുപോയിട്ടുള്ളത്. ഏതായാലും സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഒരു പോയിന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും യാത്ര എന്ന് പറഞ്ഞുള്ള സിനിമ. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ തുടർച്ചയായിട്ട് 2 സിനിമകൾ, അതായത് പേരൻപ് എന്ന് പറഞ്ഞുള്ള സിനിമ തമിഴിൽ വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ യാത്ര എന്ന് പറഞ്ഞുള്ള സിനിമ പുറത്തിറങ്ങാൻ പോകുന്നു. അതൊരു ഷുവർ ഹിറ്റ് ആവുന്നുള്ള ഉറപ്പുള്ള ഒരു സിനിമയാണ്. കാരണം അവിടെ അത്രയധികം YSRനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇത്തരം രാഷ്ട്രീയപരമായിട്ട് തന്നെ ആ സിനിമയ്ക്ക് വലിയ തോതിലുള്ള ഒരു പ്രൊമോഷൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ സിനിമ ഹിറ്റാവുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഷുവറാണ്. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ട് 2 ഭാഷകളിൽ സിനിമ ഹിറ്റാക്കുന്നു. ഇനി മലയാളത്തിലും വലിയൊരു ഹിറ്റ് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 3 ഭാഷകളിൽ ഹിറ്റ് സൃഷ്ടിക്കുന്ന ഒരു നടനായിട്ട് നമ്മുടെ മമ്മൂക്കയ്ക്ക് മാറാൻ സാധിക്കും. ഏതായാലും യാത്ര എന്ന് പറഞ്ഞുള്ള സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. തീർച്ചയായിട്ടും യാത്ര എന്ന് പറഞ്ഞുള്ള സിനിമ എല്ലാ ഉയരങ്ങളും കീഴടക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ. അപ്പോൾ ഫെബ്രുവരി 8-ാം തീയതിയാണ് മലയാളത്തിൽ നമുക്ക് ഈ സിനിമ കാണാം. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് തെലുങ്ക് ഭാഷ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമുക്കറിയാം, മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ തെലുങ്ക് സിനിമകളൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഡബ് ചെയ്യാറുണ്ട്. മമ്മൂക്ക തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് ഡബ് ചെയ്യാമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ.